ഇന്നത്തെ ഉച്ചയൂണ് എന്താണെന്ന് നോക്കിയാലോ. ഞാൻ മില്ലറ്റ്സും ഈ സ്റ്റീൽ കട്ട് ഓട്സും ഒക്കെ കഴിക്കുന്നുള്ളൂ എന്നുള്ള പരാതിയുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഉച്ചത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഡയറ്റ് ഡേ ആണ്. എന്നിട്ട് പോലും ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പരാതി തീർന്നേ. മില്ലറ്റ്സ് മാത്രമാണോ കഴിക്കുന്നത്, ഓട്സ് മാത്രമാണോ കഴിക്കുന്നത്, റാഗി മാത്രമാണോ കഴിക്കുന്നത് എന്നുള്ള ചോദ്യചിഹ്നത്തിന് ഉത്തരമാണ് ഞാൻ ഇന്ന് ലഞ്ചായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് കഴിക്കുന്നത്. അപ്പോൾ വീക്ക്ലി ട്വൈസ് ചപ്പാത്തി ഗോതമ്പ് വീറ്റ് കഴിക്കാം, വീക്ക്ലി ട്വൈസ് റൈസും ഒക്കെ കഴിക്കാം. ഞാൻ പിന്നെ കഴിക്കുന്നില്ല. എനിക്ക് മില്ലറ്റ്സൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ നാളായിട്ട് അരി ഉഴുന്നും അരച്ചിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇഡ്ഡലിയും ദോശയൊക്കെ ഞാൻ അരച്ച മാവിലുണ്ടാക്കിയിട്ട് കുറേ നാളാവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ കരുതി കുറച്ച് അരിയിട്ട് നമുക്ക് അരച്ച് നാളെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. മാവ് നല്ലതായിട്ട് പൊങ്ങിയ നാളെ വരുന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും, ഇല്ല എങ്കിൽ ദോശയായിരിക്കും. എന്ത് തന്നെയായാലും സാമ്പാറും വയ്ക്കണം എന്നാണ് പ്ലാൻ. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, ദോശയോടൊപ്പം സാമ്പാർ. അതാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കട്ടെ അല്ലേ. വേദയ്ക്കാണെങ്കിൽ ഇതൊന്നും വേണ്ട, എങ്കിലും ഞാൻ കുത്തി അടയ്ക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാനാണ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ എല്ലാം ഉള്ളിൽ ചെല്ലും. ഇല്ല എങ്കിൽ അവളുടെ ഇഷ്ടത്തിനാണെങ്കിൽ ചിക്കനും ബ്രെഡും പൊറോട്ടയും ചപ്പാത്തിയൊക്കെയാണ് അവളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങാൻ മറന്നുപോയ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ള മാർജിൻ ഫ്രീയിൽ വന്നിട്ട് വാങ്ങുകയാണ്. എൻ്റെ കാലിലേക്ക് ആരും ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ കിടന്ന് ലോക്കൽ ചെരുപ്പ് ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ വന്ന് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ചെരുപ്പ് ശ്രദ്ധിക്കുന്നത് തന്നെ കേട്ടോ. കണ്ടത് കയ്യിൽ കിട്ടിയത് എടുത്തിട്ടുണ്ട് വന്നു. അതാണ് സത്യം സംഭവിച്ചത്. ശരി, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. പിന്നെ ചൂലെന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിലൊരു കമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് പുതിയ ചൂല് വാങ്ങുകയാണ്. പിന്നെ മുറ്റം അടിച്ച് വരാനും ഒരു ചൂല് വാങ്ങിയിട്ടുണ്ട്, അല്ലാതെ ഒരു ചൂലും വാങ്ങിയിട്ടുണ്ട്. ചൂല് അത്യാവശ്യമായിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. അരിപ്പൊടിയും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങണമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അധിക സാധനങ്ങളൊന്നും വാങ്ങാനില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി നേരെ വാങ്ങി വീട്ടിലേക്ക് പോകും വഴിയാണ് നാളെ സാമ്പാറല്ലേ വെക്കുന്നത്, അപ്പോൾ പച്ചക്കറി വേണ്ടേ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെ പച്ചക്കറിയെ അവിയലും സാമ്പാറും തോരനും കൂടി ആയിട്ട് ഒരു കിറ്റായിട്ട് കിട്ടും. 100 രൂപ കേട്ടോ. ചിലപ്പോൾ 50 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ 80 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ 60 രൂപയ്ക്ക് കിട്ടും. ഇത് 100 രൂപയുടെ കിറ്റാണേ. അതിൽ സാമ്പാർ വയ്ക്കാം, അവിയൽ വയ്ക്കാം, തോരനും വയ്ക്കാൻ പറ്റും. അങ്ങനെ അതിൽ നിന്നൊരു കിറ്റും എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നോക്കിയപ്പോഴേ നിറയെ ഉണക്കമീൻ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ. അത് കണ്ടപ്പോൾ കൊതിയായി. അങ്ങനെ നോക്കിയപ്പോഴാണ് കോവയ്ക്ക അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ കോവയ്ക്ക. കുറച്ച് കോവയ്ക്കയും വാങ്ങി. ചിലപ്പോൾ മിക്കവാറും കടയിൽ നിന്ന് വാങ്ങുന്ന കോവയ്ക്ക പഴുത്തതായിരിക്കും. ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, വാങ്ങി.